9 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുന്നു. അർജുനായി വീണ്ടും തെരച്ചിൽ തുടങ്ങുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും ദൗത്യമേഖലയിൽ എത്തിക്കഴിഞ്ഞു. ആർമിയും നേവിയും ഉൾപ്പെടെയുള്ളവരും എത്തിയിട്ടുണ്ട്. അടിയൊഴുക്ക് ശക്തമായതിനാൽ ഡൈവിംഗ് ദുഷ്കരമെന്നാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ദീപക് മലയമ്മയും മുബഷിർ പി അക്ബറും ഒപ്പം അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളടക്കം എത്തുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് NDRFിൻ്റെ സംഘം മാൽപ്പയും ഒക്കെ അതിലേക്ക് കയറുക. രക്ഷാബോട്ടിൽ കയറിയായിരിക്കും മുന്നോട്ട് പോവുക. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡിങ്കി ബോട്ടുകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് നേവിയുടെ ഡിങ്കി ബോട്ടാണ്. അതിനുശേഷം NDRFിൻ്റെ ബോട്ടുകളും ഇറക്കും. തുടർച്ചയായി തെരച്ചിൽ 13ാമത്തെ ദിവസം തെരച്ചിലിലേക്ക് മാറുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നു. ദീപക് മലയമ്മ, ഫീൽഡിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രഞ്ജിത്ത് മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഇന്ത്യൻ നേവി, NDRF ഇവരെല്ലാവരും ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുന്നു. അല്പസമയത്തിനുള്ളിൽ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങും. പുഴയിലെ ഒഴുക്ക് എങ്ങനെയാണ്? നിരപ്പ് അല്പം താന്നിട്ടുണ്ടോ? കാലാവസ്ഥ എങ്ങനെയാണ്? അല്പസമയം മുമ്പും മഴ പെയ്തതായി തോന്നുന്നു. പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് കുറച്ച് മുൻപ് വരെ കനത്ത മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടടുത്തുള്ള ഒരു ദേവസ്ഥാനം ഉണ്ടല്ലോ, ആ മേഖലയിലേക്കാണ് NDRFും ഒപ്പം തന്നെ നേവിയും ഒക്കെയുള്ള സംഘം ക്യാമ്പ് ചെയ്യുന്നത്. അവിടേക്ക് ഇപ്പോൾ ഡിങ്കി ബോട്ടുകൾ ഉൾപ്പെടെ നേവി സംഘത്തിൻ്റേത് എത്തിക്കുകയാണ്. അല്പം മുൻപ് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആർമി സംഘം, അതുപോലെ തന്നെ നേവി, NDRF ഉൾപ്പെടെയുള്ള സംഘങ്ങളെല്ലാം തന്നെ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ ഗംഗാവലിയിലേക്ക് ഇറങ്ങും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പരിശോധനകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഒരു അവലോകന യോഗം ഉൾപ്പെടെ ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ യോഗത്തിലായിരിക്കും അന്തിമമായി ഏത് തരത്തിലാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ മാൽപ്പെ സംസാരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഓൺ റിസ്കിലാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നദിയിലെ കുത്തൊഴുക്ക് ഇപ്പോഴും വളരെ വലുതായി തന്നെ തുടരുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നദിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ ഇന്നലെയൊക്കെ അദ്ദേഹം ആ നദിയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട ഘട്ടത്തിലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ നദിയിലേക്ക് ഊളിയിട്ട് പോകുന്ന ഘട്ടത്തിൽ വിസിബിലിറ്റി 0 ആണ്. നേരത്തെ നേവി പറഞ്ഞതുപോലെ തന്നെ വിസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് ഏതാണ്ട് 30 ഫീറ്റ് വരെ താഴേക്ക് പോയി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ പോകുമ്പോൾ അന്ന് ലക്ഷ്മണൻ്റെ ചായക്കട ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ നദിയിലേക്ക് പതിച്ചതാണ്. അതിൻ്റെ തകരത്തിൻ്റെ ഷീറ്റ് ഉൾപ്പെടെ ദേഹത്ത് തട്ടുകയും മുറിവേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒന്നും തന്നെ താഴെ കാണാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ നമ്മൾ വൈകുന്നേരം നൽകിയ ദൃശ്യത്തിലുള്ള സ്പോട്ട് 3 എന്ന് നമ്മൾ അനുമാനിക്കുന്ന ആ മേഖലയിൽ തന്നെയായിരിക്കും ഇന്നും വളരെ ശക്തമായൊരു തെരച്ചിൽ നടത്തുക. അവിടെ ഈ 11 kV ലൈൻ പൊട്ടി വീണതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അത് ആ കേബിൾ നീക്കം ചെയ്യുന്ന നടപടിയായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ കണ്ടതാണ് ഇന്നലെ തന്നെ ആ മേഖലയിൽ വലിയ രീതിയിൽ മരം തങ്ങിക്കിടക്കുന്നുണ്ട്. മണ്ണുൾപ്പെടെയുള്ള പാറക്കല്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മരത്തിന് താഴെ ഭാഗത്തേക്ക്, അതായത് ആ മൺതിട്ട പോലെ രൂപപ്പെട്ട ആ മേഖലയിൽ താഴെ ഭാഗത്തേക്ക് പരിശോധന നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് അദ്ദേഹം നമ്മുടെ ഈശ്വർ മാൽപ്പെ ഉള്ളത്. അതോ ഈശ്വർ മാൽപ്പെ കുറച്ചുകൂടി മുൻപ് മണ്ണിടിഞ്ഞ സ്ഥലത്താണോ ഉള്ളത്? അവിടെ നിന്നാണോ ഈശ്വർ മാൽപ്പെ കയറുക? അല്ല, അദ്ദേഹം ഇപ്പം ഈശ്വർ മാൽപ്പെ നിലവിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അദ്ദേഹം ഈ കന്നഡ മീഡിയകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ മേഖലയിലൂടെ തന്നെയാണ് നദിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അതായത് ഈ നദി ഒഴുകുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വലതുവശത്തേക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. ആ ഒഴുക്കിന് എതിരെയാണ് ഇനി ഇവർക്ക് സഞ്ചരിക്കേണ്ടത്. ആ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ രേഖപ്പെടുത്തിയ ആ 4 സ്പോട്ടുകളിലേക്ക് എത്തുന്നത്, അതായത് മൺതിട്ടയുടെ ഭാഗത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അങ്കോല ഭാഗത്ത് നിന്ന് ശിരൂരിലേക്ക് കടന്നു വരുന്ന ആ മേഖലയിലുള്ള ദേവസ്ഥാനത്തിൻ്റെ ആ ഒരു മേഖലയിൽ ഇവർ ബോട്ടുകളൊക്കെ ക്രമീകരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ ബോട്ടുകൾ സജ്ജീകരിച്ചതിന് ശേഷം ഗംഗാവലിയിലേക്ക് ഇറക്കും. നേരത്തെ അരുൺ ചോദിച്ചതുപോലെ ഗംഗാവലിയിൽ ഇത്തവണ അല്പം കുത്തൊഴുക്ക് കുറവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ഇവിടെ നിന്ന് നമുക്ക് കാണാനാകുന്ന പാലത്തിൻ്റെ മേഖലയിലെ അതിൻ്റെ തൂണുകളൊക്കെ നോക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം അവിടെ ആ ഡിങ്കി ബോട്ടിലേക്ക് നിറയ്ക്കുന്ന ഗ്യാസിൻ്റെ
ആ ഒരു ചേമ്പറൊക്കെ ആ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി അതിൽ ഗ്യാസ് നിറച്ചതിന് ശേഷമാണ് നദിയിലേക്ക് ഇറക്കുക. ഇപ്പോൾ തന്നെ ഒരു NDRF സംഘം നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ ഇന്നും തെരച്ചിൽ നടത്താം എന്നുള്ള ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആക്ടിവിറ്റികൾ ഒരു 5-6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ദീപക് പറയുന്നതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ദീപക്കിന് തിരുത്താം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഷിരൂരിൽ ഗംഗാവലി പുഴയുടെ തൊട്ട് താഴെ, അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് താഴെ സാധാരണ ഈ NDRFിൻ്റെയും നേവിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിനടുത്ത് ഒരു ബൊമ്മേത്തിയ എന്ന് പറയുന്ന ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ സ്കൂബ സംഘം ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ തന്നെയാണ് ഈശ്വർ മാൽപ്പയും ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ ഈശ്വർ മാൽപ്പെ നേവിയുടെയും NDRFിൻ്റെയും ഈ ബോട്ടുകളിൽ കയറിയായിരിക്കും 180 മീറ്ററോളം മുകളിലുള്ള ഈ അപകട സ്ഥലത്തേക്ക് പോവുക. അവിടെ പ്രത്യേകം ഇന്നലെ മുളവടി വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശത്തായിരിക്കും ആദ്യം തെരച്ചിൽ നടത്തുക. അത് 3ാമത്തെ സ്പോട്ടാണ്. ആ 3ാമത്തെ സ്പോട്ടിൽ തെരച്ചിൽ നടത്തും. 3 മീറ്റർ താഴ്ചയിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഓപ്പറേഷൻസ് ഇങ്ങനെയായിരിക്കും. അല്പസമയത്തിനുള്ളിൽ ഈശ്വർ മാൽപ്പെ ഈ ബോട്ടിൽ കയറി ഈ സ്പോട്ട് നമ്പർ 3 എന്ന് നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നമ്പർ 2 അവിടെ എത്തിയതിനു ശേഷം കരയിലിറങ്ങി മുളവടികൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അതേ സ്പോട്ടിൽ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ഇറങ്ങാനുള്ള ശ്രമം നടത്തും. ആദ്യത്തെ ഡൈവിങ്ങിന് ശ്രമിക്കും. നമ്പർ 3 ആ സമയം കൊണ്ട് 2 ഇലക്ട്രിക് ടവറുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഹൈ ടെൻഷൻ കേബിളുകളുണ്ട്. ആ ടേബിളിൽ കുടുങ്ങിക്കിടക്കുന്ന മരച്ചില്ലകളുണ്ട്, മരമുണ്ട്. ഇതിനെ നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കും. ആൻഡ് പോയിന്റ് നമ്പർ 4 അതിനുശേഷം നിലവിൽ ആ മൺകൂനയുള്ള ഭാഗത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കും. ആൻഡ് പോയിന്റ് നമ്പർ 5 ഡിങ്കി ബോട്ടുകളും ഒപ്പം നേവി ബോട്ടുകളും വീണ്ടും അദ്ദേഹത്തിന് ആങ്കർ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഒരുക്കിക്കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ മുളവടിയിലൂടെ പിടിച്ചിറങ്ങി ഒപ്പം ഒരു കയറിലൂടെ താഴേക്കെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള തടസ്സം ഇതാണ്. മാൽപ്പയും സംഘവും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കേബിളുകളും നേവിയുടെ സംഘത്തിൻ്റെ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കാണുന്നത്. SDRFിൻ്റെയും നേവിയുടെയും സംഘമുണ്ട്, ഒപ്പം മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. ഇനി 5ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്, അതേസമയം തന്നെ ബാർജ് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കൂടിയാലോചനകൾ നടക്കും. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഷിരൂരിൽ ഗംഗാവലി പുഴയിലേക്ക് നേവിയുടെ റെസ്ക്യൂ ബോട്ടായ ഡിങ്കി ബോട്ട് ഇറക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഒരു 50 മീറ്റർ മുകളിലേക്ക് മാറിയാണ് ഈ അപകടം നടന്ന സ്ഥലം. അവിടേക്ക് അല്പസമയത്തിനുള്ളിൽ നേവിയുടെ സംഘമെത്തും. ആദ്യ സംഘത്തിൽ ദീപക് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഉണ്ടോ? അരുൺ, ഈശ്വർ മാൽപ്പെ ആ സംഘത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത് നേവിയുടെ ടീം തന്നെയാണ്. ഒപ്പം തന്നെ NDRFിൻ്റെ ടീമും ചേർന്നാണ് ആ നിലവിൽ ഒരു ഡിങ്കി ബോട്ട് അവിടേക്ക് ഇറക്കുന്നത്. ഈശ്വർ മാൽപ്പെ അല്പസമയത്തിനകം തന്നെ ആ ടീമിൻ്റെ ഭാഗമായി ചേരുമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കഴിഞ്ഞ ദിവസമൊക്കെ എത്തിച്ച മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ ആ മേഖലയിലുണ്ട്. അത് യന്ത്രം ഘടിപ്പിച്ച ബോട്ടുകൾ തന്നെയാണ്. അത് ഉപയോഗിച്ച് ആ മേഖലയിലേക്ക് എത്തിയ ശേഷം അതിൽ നിന്നാണ് റോപ്പ്, ഇന്നലെ മാൽപ്പെ റോപ്പ് അതിൻ്റെ കെട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒഴുകിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരം റോപ്പുകളൊക്കെ നൽകുന്നത് ഇത്തരം ബോട്ടുകൾ കേന്ദ്രീകരിച്ചാണ്. അതിൽ നിന്നും മുറുകെ പിടിക്കാൻ ഉതകുന്ന തരത്തിൽ ആങ്കറിംഗ് നടത്തിയിട്ടാണ് അദ്ദേഹം നദിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകളെല്ലാം തന്നെ ഒരേ സമയം ഇറങ്ങുകയും ആ ഗംഗാവലിയുടെ ജലോപരിതലത്തിൽ നിൽക്കുകയും വേണം. അതിനുള്ള ശ്രമങ്ങളാണ്. നമുക്കവിടെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ടീം SDRFിൻ്റെ ടീം ഉൾപ്പെടെ ആ മേഖലയിലൂടെ നിലവിൽ കടന്നു വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഈ മേഖലയിൽ നിന്ന് ഈ ഒഴുക്കിനെതിരെ കടന്നിട്ട് വേണം ഈ സംഘത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മുളവടി കുത്തിവെച്ചിരിക്കുന്ന സ്പോട്ടിലേക്ക് പോകാനെന്നുള്ളതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ന് ഉണ്ടാവുക.